പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജീവിത ഭാരവുമേന്തി ഞങ്ങൾ അമ്മയുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ആവലാതികളും അമ്മ ഏറ്റെടുക്കണമേ. വഴിയറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ. കണ്ണീരോട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ആ മക്കളെ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഹോസ്പിറ്റലുകളിലും വീടുകളിലും മറ്റു സ്ഥലങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ശക്തമായി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കണ്ണീരോടെ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയുടെ മേൽ ഉത്തരം നൽകണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ഭയം കൂടാതെ പരീക്ഷ എഴുതുവാൻ അവരെ ബലപ്പെടുത്തണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണമേ. കർത്താവെ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. ജീവിത ഭാരവുമേന്തി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അപ്പ. ഞങ്ങൾ കണ്ണീരോടെ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മേൽ അലിവായിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമുഖത്തിന് നൽകണമേ. യുദ്ധങ്ങളും കലഹങ്ങളും പാടെ ഞങ്ങളുടെ ലോകത്തു നിന്ന് തുടച്ചു മാറ്റണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും വർദ്ധിപ്പാൻ തക്കവിധം ഓരോ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകളുടെ കണക്കൊന്നും അങ്ങ് നോക്കരുതേ. ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി വന്നതുപോലെ ഞങ്ങളും ഇതാ അങ്ങയെ തേടി വന്നിരിക്കുന്നു. ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. പാപത്തിൽ പെട്ടുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്തിപ്പോൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു. ആ പാപ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തി തിരുരക്തം ഞങ്ങളുടെ മേലും ഒഴുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. അമ്മേ മാതാവേ, ഇനിയും നിമിഷം അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുകയാണ്. ശക്തമായ അങ്ങ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആ മക്കളുടെ കണ്ണുനീരിൻ്റെ മേലാലിവായിരിക്കണമേ. അമ്മേ മാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. എല്ലാവിധ സങ്കടത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ അവരുടെ ഒപ്പമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവരെ നോക്കുന്ന ഓരോ ഡോക്ടർമാരിലൂടെ നഴ്സുമാരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ. അവർക്ക് രോഗസൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടച്ചുറപ്പുള്ള ഒരു നല്ല ഭവനം കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എത്രയോ മക്കൾ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ചോർന്നൊലിക്കുന്ന ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്. സ്വന്തമായി ഒരു ഭൂമി പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയിരിക്കുന്ന ദൗത്യം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. കൂടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നികത്തി ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ. ദൈവസ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ.
വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ നാവിൽ നിന്ന് വീണു പോകുന്ന വാക്കുകളെ എല്ലാം നിയന്ത്രിച്ച് ദൈവമക്കളായി വളർന്നു വരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയണമേ. നേർവഴിക്ക് ഞങ്ങളെ നടത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് നൽകണമേ. അവരോട് ക്ഷമിപ്പാനുള്ള മനസ്സ് നൽകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. എല്ലാ മക്കളുടെയും ആവലാതികളെ അമ്മയ്ക്ക് നൽകുന്നു. രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ അമ്മയ്ക്ക് നൽകുന്നു. കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണുപോയ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ കെട്ടിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഒന്ന് ഇറങ്ങി വരണമേ. എല്ലാ മക്കളുടെയും ആവലാതികളിലേക്ക് ഇറങ്ങി വരണമേ. എല്ലാ മക്കളുടെയും സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവെ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും യാചനകളും സമർപ്പിക്കുകയാണ്. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സംരക്ഷിച്ചു കൊള്ളണമേ. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. അവരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.